Hello everyone, welcome back to my channel friends. Naseem May 2nd North Korea President ജനങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് ഞാൻ ജീവനോടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് അതേ വേഗത്തിൽ തന്നെ ഒരു ചെറിയൊരു പണിയും കൊടുത്തിട്ട് പോയിട്ടുണ്ട്. അതെന്താണെന്നുള്ള ഇന്നത്തെ വീഡിയോയിൽ ഷോർട്ടായിട്ട് നോക്കുന്നുണ്ട്. ആൻഡ് രണ്ടാമത് നോക്കാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഓഫ് us have secrets. നിങ്ങൾക്കും എനിക്കും അങ്ങനെ എല്ലാവർക്കും സീക്രട്സ് ഉണ്ട്. സീക്രട്സ് ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. അതുപോലെ തന്നെ ഓരോ നാടിനും സീക്രട്സ് ഉണ്ട്, കറക്റ്റ് അല്ലേ? അങ്ങനെ ചൈന എന്താണോ മറ്റു നാടുകൾ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് മറച്ചു വെച്ചിരിക്കുന്ന ഒരു സീക്രട്സ് അതെന്താണെന്നുള്ള ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നുണ്ട്. അതെന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? വേറെ ഒന്നുമില്ല, തായ്വാൻ എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ വേൾഡിലുള്ള എല്ലാ നാടുകളും സ്വന്തം നാടിനെ രക്ഷിക്കണം, സ്വന്തം നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കണം, നമ്മുടെ നാടിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ ഒരു വൈറസിനെതിരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, വൈറസിനെതിരെ പൊരുതിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ നിങ്ങളുടെ നാടിനെ രക്ഷിക്കാം, നമ്മൾ നാടിനെ രക്ഷിക്കാം, നാട്ടിലെ എല്ലാ ജനങ്ങളെയും രക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ടിറങ്ങി ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നാട് തായ്വാൻ. അതായത് ഈ ഒരു ചൈന എന്ന് പറയുന്ന നാടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു ദ്വീപ്, ഈ ഒരു ദ്വീപ് ജനങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ലക്ഷക്കണക്കിന് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സിൽ നാടുകളിലേക്ക് മറ്റു നാടുകളിലേക്ക് അയച്ചു കൊടുക്കുന്നതായാലും, അതുപോലെ തന്നെ അവർ വാക്സിൻ ഉണ്ടാക്കാനായിട്ട് അവർ കഷ്ടപ്പെടുന്നതായാലും, അതുപോലെ തന്നെ മറ്റു നാടുകളിലേക്ക് അവരുടെ നാട്ടിലെ സയൻറ്റിസ്റ്റിനെ റിസർച്ചേഴ്സിനെ അയച്ചിട്ട് വാക്സിൻ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. നമ്മുടെ നാട്ടിലെ സയൻറ്റിസ്റ്റേഴ്സിനെ, നമ്മുടെ നാട്ടിലെ റിസർച്ചേഴ്സ് നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഹെൽപ്പ് ചെയ്യാം, നമുക്ക് പേറ്റൻറ്റോ ക്യാഷോ ഒന്നും വേണ്ട, നമുക്ക് എല്ലാ നാട്ടിലെ ജനങ്ങളെ രക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാട്. ഇൻ്റർനാഷണൽ ലെവലിൽ എല്ലാ നാടുകളും ഈ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ എല്ലാ നാടുകളും തായ്വാൻ ഇപ്പോൾ ഒരു എന്താണ് അപ്രീസിയേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ചൈനയ്ക്ക് മാത്രം ഇതൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിലുള്ള എല്ലാ നാടുകളും ഈ ഒരു വൈറസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തായ്വാന് മാത്രം എങ്ങനെ ഈ ഒരു വൈറസിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു? ഈ ഒരു കുഞ്ഞു നാടിന് മാത്രം, ഈ ഒരു കുഞ്ഞു ദ്വീപിന് മാത്രം എങ്ങനെ ഈ ഒരു വൈറസിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു? അതുപോലെ തന്നെ ഈ ഒരു തായ്വാൻ്റെ കഥ എന്താണ്? അതുപോലെ തന്നെ തായ്വാൻ എങ്ങനെ ഈ ഒരു വൈറസിനെ കൺട്രോൾ ചെയ്തു? അതുപോലെ തന്നെ വേൾഡിലുള്ള എല്ലാ നാടുകളും ചൈനയെ നോക്കി പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അത്രത്തോളം പോപ്പുലേഷൻ ഉള്ളൊരു നാട്, അത്രത്തോളം കപ്പാസിറ്റി ഉള്ളൊരു നാട്, വേൾഡിൽ തന്നെ എക്കണോമിയിൽ 2ാം സ്ഥാനത്തുള്ളൊരു നാടിനെ എങ്ങനെ തായ്വാന് എതിർക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു കാര്യവും, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു തായ്വാൻ്റെ കഥ എന്താണെന്നുള്ളതും ഈ ഒരു കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഈ ഒരു ചൈന തായ്വാൻ ഒരു തനി നാടായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ് ആയാലും യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് ആയാലും ഇവരൊക്കെ എന്തുകൊണ്ട് തായ്വാൻ ഒരു തനി നാടായിട്ട്, ഒരു ഒറ്റപ്പെട്ട നാടായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യവും ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നുണ്ട്. അതിനുമുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ആദ്യമേ നമുക്ക് നോർത്ത് കൊറിയയുടെ കാര്യം തന്നെ നോക്കാം. നോർത്ത് കൊറിയയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 ദിവസം കഴിഞ്ഞിട്ട് നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ നോർത്ത് കൊറിയയുടെ തലവനായിട്ടുള്ള കിം ജോങ് ഉൻ ജനങ്ങളുടെ മുന്നിൽ അപ്പിയറൻസ് ആയതിനു ശേഷം അവർ ഈ ഒരു നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ ഒരു വലിയൊരു ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും ലാൻഡ് ബോർഡർ, അവരുടെ ബോർഡർ ഷെയർ ചെയ്യുന്ന നടക്കാമെന്ന് വിചാരിക്കാം. അതുപോലെ ഒരു ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ നോർത്ത് കൊറിയ സൗത്ത് കൊറിയയുടെ ബോർഡർ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു. അതുകൊണ്ട് പേടിച്ച് സൗത്ത് കൊറിയ നേരെ തിരിച്ച് നോർത്ത് കൊറിയയും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ശരീരത്തൊന്നും ആരുടെ ദേഹത്തൊന്നും ബുള്ളറ്റ് കൊണ്ടിട്ടില്ല, പക്ഷേ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിന് പറ്റിയിട്ട് സൗത്ത് കൊറിയ പ്രസിനോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോർത്ത് കൊറിയ എന്തിനാണ് നമ്മൾ ഷൂട്ട് ചെയ്തതെന്ന് നമുക്കറിയില്ലെന്നാണ് പറഞ്ഞത്. അതിനെ പറ്റിയിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ മീഡിയകളൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് കൊറിയ അവരുടെ പവറിനെ കാണിക്കുകയാണ്, അവരുടെ തലവൻ്റെ ആ ഒരു ഇപ്പോഴും ലീഡർ നല്ല പവർഫുൾ ആണെന്ന് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരാൾക്ക് പോലും അവിടെ ഒരു കൊറോണ വൈറസ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ആർക്കും കൊറോണ വൈറസ് ബാധിച്ചിട്ടില്ലെന്നും ഈ ഒരു കാര്യത്തിൽ നമ്മൾ വളരെ വലിയ രീതിയിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ നോർത്ത് കൊറിയ അവരുടെ പവർ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ചെയ്തതെന്നുള്ള രീതിയിലാണ് ഇൻ്റർനാഷണൽ മീഡിയ പറയുന്നത്. പക്ഷേ ഒരു യഥാർത്ഥമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയും ഈ നോർത്ത് കൊറിയയിൽ ഒരു 0 കേസസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കൊറോണ വൈറസ്. അവരിപ്പോഴും നോർമലായിട്ടുള്ള ലൈഫ് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് മാത്രം ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവരിപ്പോഴും നോർമൽ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് പോലും അവിടെ കൊറോണ വൈറസ് ബാധിച്ചിട്ടില്ല, ഒരാൾ പോലും അവിടെ കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചിട്ടുമില്ല, ഒരു കൗണ്ട് പോലും ഇതുവരെ അവിടെ ഇതുവരെ അവിടെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു യഥാർത്ഥമായിട്ടുള്ളൊരു കാര്യം. കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെറിയൊരു ഈ ഒരു കാര്യമാണെങ്കിൽ പോലും ഈ ഒരു വീഡിയോയിൽ ഞാൻ ആദ്യമേ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. നമുക്ക് രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് വരാം. അതായത് ഈ തായ്വാൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞു നാട് നമ്മുടെ ചൈനയുടെ അടുത്തുള്ള ഒരു ചെറിയൊരു ദ്വീപാണ്, അല്ലെങ്കിൽ ഒരു നാടാണെന്ന് പറയാം. ചൈനയുടെ അടുത്താണുള്ളത്, നമ്മുടെ ഇന്ത്യയും ശ്രീലങ്കയും പോലെ എന്ന് പറയാം. ഈ ഒരു തായ്വാനെ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ജപ്പാനായിരുന്നു കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. തായ്വാനെയും അതുപോലെ തന്നെ ചൈനയിലുള്ള മെയിനായിട്ടുള്ള കുറച്ച് നാടുകളെയും ജപ്പാനായിരുന്നു കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ 2ാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ തോറ്റുപോയപ്പോൾ ആ ഒരു സമയത്ത് അമേരിക്കയും ഈ റഷ്യയുമായിരുന്നു ഈ ഒരു 2ാം ലോക മഹായുദ്ധത്തിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ മെയിനായിട്ടുള്ള നാടുകളൊക്കെ ചൂസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഈ ഒരു ഇന്ന് കാണുന്ന ചൈന എന്ന് പറയുന്ന ഈ ഒരു മെയിൻലാൻഡ് ചൈനയിൽ ഈ ഒരു കമ്മ്യൂണിസം പൊട്ടിപ്പുറപ്പെട്ടു. ഈ ഒരു കമ്മ്യൂണിസം അവിടെ വിപ്ലവം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെ അവിടെ നിന്നും ഒരുപാട് ആൾക്കാർ മെയിനായിട്ടുള്ള കമ്മ്യൂണിസം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ ശേഷം ആ ഒരു മെയിൻലാൻഡിൽ നിന്നും
ഒരുപാട് ആൾക്കാർ ഈ ഒരു തായ്വാനിലേക്ക് പോയിട്ട് തായ്വാനിൽ ഈ ഒരു കമ്മ്യൂണിസം കൊണ്ടുവരാനായിട്ട് നോക്കി. എന്നിട്ട് ഈ ഒരു തായ്വാനിൽ നിന്നുകൊണ്ട്, അതായത് മെയിൻലാൻഡ് ചൈനയിൽ നിന്ന് പോയവർ തന്നെ ഈ ഒരു തായ്വാനിൽ നിന്നുകൊണ്ട് ഈ ഒരു വിപ്ലവം, ഈ ഒരു കമ്മ്യൂണിസം അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയ ആൾക്കാർ എന്നും പറഞ്ഞു ഇത് നമ്മളാണ് മെയിനായിട്ടുള്ള ചൈന, നമ്മളാണ് യഥാർത്ഥ ചൈന എന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നു. ആ ഒരു സമയത്ത് ഇന്ന് കാണുന്ന ഈ ഒരു മെയിനായിട്ടുള്ള ഇന്നത്തെ ചൈന, ആ ഒരു ചൈന മെയിൻലാൻഡ് ചൈന പറഞ്ഞാൽ അല്ല, നിങ്ങളല്ല യഥാർത്ഥ ചൈന, നമ്മളാണ് യഥാർത്ഥ ചൈന എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്റർനാഷണൽ ലെവൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അമേരിക്കൻ നാറ്റോ എന്ന് പറയുന്ന നാട് ഈ ഒരു തായ്വാനാണ് യഥാർത്ഥ ചൈന എന്ന് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഈ ഒരു തായ്വാനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് റഷ്യ ഇന്നത്തെ ചൈനയാണ് യഥാർത്ഥ ചൈന എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചൈനയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്റർനാഷണൽ ലെവലിൽ ഈ ഒരു ചൈനയ്ക്ക് മാനുഫാക്ചറിങ് ആയാലും ബിസിനസ് ആയാലും പണമായാലും എക്കണോമിക്കൽ പരമായിട്ടായാലും എല്ലാം ഇങ്ങനെ ഇൻക്രീസ് ആയി പോവേ ഈ ഒരു അമേരിക്ക ഈ ഒരു തായ്വാനെ സപ്പോർട്ട് ചെയ്യുന്ന വിട്ടിട്ട് ഡയറക്റ്റ് നേരെ പോയിട്ട് ഈ ഒരു ചൈനയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ചൈന പറഞ്ഞു നമ്മൾ എല്ലാ നാടുമായിട്ട് ബിസിനസ് ചെയ്യാം, നമ്മളുമായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ നാടുമായിട്ട് നമ്മൾ ഹാപ്പിയായിട്ട് ബിസിനസ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തായ്വാനെ നിങ്ങളാരും തനി നാടായിട്ട് റെക്കഗ്നൈസ് ചെയ്യരുത്. ഈ ഒരു തായ്വാൻ എന്നാണെങ്കിലും നമുക്ക് കിട്ടാനുള്ള നാടാണ്, നമ്മളിലേക്ക് വന്നു ചേരാനുള്ള നാടാണ്, അത് നമ്മുടെ നാടാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും ഈ ഒരു നാടിനെ ഒറ്റ നാടായിട്ട് തനി നാടായിട്ട് റെക്കഗ്നൈസ് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് തായ്വാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഒരു തായ്വാൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ആ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു ഏരിയ ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു തായ്വാൻ്റെ സ്ട്രാറ്റജിക് പോയിന്റ് ആണെങ്കിലും എല്ലാം ഈ ഒരു ചൈനയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് ചൈന ഒരു 3 റിക്വസ്റ്റ് തായ്വാനോട് പറഞ്ഞിരുന്നു. 3 കാര്യങ്ങൾ നമ്മൾ തമ്മിൽ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിക്കേഷൻസ്, കോമേഴ്സ്, ട്രാൻസ്പോർട്ടേഷൻസ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ തമ്മിൽ ഈ തായ്വാനും ചൈനയും തമ്മിൽ ഇത് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലൈറ്റ് പോകുന്നതായാലും കപ്പൽ പോകുന്നതായാലും അതുപോലെ തന്നെ ഈ ഒരു റെയിൽവേ പോകുന്നതായാലും ഇതെല്ലാം ബിസിനസ് പരങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് 2 സ്ഥലങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന ഒരു കാര്യം. ഈ 3 കാര്യങ്ങൾ നമ്മൾ തമ്മിൽ ഷെയർ ചെയ്യണമെന്നുള്ളൊരു റിക്വസ്റ്റ് ചൈന വെച്ചിട്ടുണ്ടായിരുന്നു തായ്വാൻ്റെ മേലെ. ഇങ്ങനെ ഈ ഒരു ചൈന 3 റിക്വസ്റ്റ് ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു 3 റിക്വസ്റ്റ് തായ്വാനോട് വെച്ചപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. തായ്വാനിലുള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിലുള്ള ഭരണം ഇഷ്ടപ്പെടാത്ത രീതിയിൽ ചൈനയിൽ നിന്നും പോയി താമസിക്കുന്ന ആൾക്കാരാണ് തായ്വാനിൽ കൂടുതലുള്ളത്. അതായത് ചൈനയുടെ ഭരണം വെച്ച് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഡിഫറൻസ് ആണ് ഈ ഒരു തായ്വാനിൽ ഭരിക്കുന്ന ആൾക്കാർ, തായ്വാനിലുള്ള ആൾക്കാർ. അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കമായിട്ടുള്ളൊരു മൈൻഡ് സെറ്റാണ് ഈ ഒരു തായ്വാനിലുള്ളവർക്ക്. അവർക്ക് ഈ ഒരു കാര്യം അവർ പറഞ്ഞു, ഈ ഒരു പണ്ട് ഈ ഒരു ക്യൂബ അമേരിക്ക എതിർത്ത് സംസാരിച്ച പോലെ തായ്വാനെ ഈ ഒരു ചൈനയെ എതിർത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി നിങ്ങൾ പറയുന്ന 3 കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാൻ നമുക്ക് തയ്യാറാണ്, 3 കാര്യങ്ങൾ അനുസരിക്കാനായിട്ട്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കണമെന്ന് പറഞ്ഞു. അതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നോ കോമേഴ്സ്, നോ കമ്മ്യൂണിക്കേഷൻസ്, നോ ട്രാൻസ്പോർട്ടേഷൻസ്. ഇതൊന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഇത് ഇഷ്ടപ്പെടാത്ത ചൈന ഒരു വലിയൊരു സ്ട്രാറ്റജി പ്ലാൻ റെഡിയാക്കി വെച്ചിരുന്നു. ഒരു വലിയൊരു സ്ട്രാറ്റജി പ്ലാൻ അന്ന് മുതൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാണെങ്കിലും എപ്പോഴാണെങ്കിലും ഈ ഒരു തായ്വാൻ നമ്മുടെ നാട്ടിലേക്ക് വന്ന് ചേരണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്ലാൻ്റെ ആദ്യത്തെ ഒരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്താണ് ചൈനയുടെ ഒരു ഇൻഫ്ലുവൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ്റെ ഒരു മണി പവർ ആണെങ്കിലും ഈ ഒരു എക്കണോമിക്കൽ പവർ ആണെങ്കിലും എല്ലാം ഇങ്ങനെ ഇമ്പ്രൂവ് ആയി വരുന്ന ഒരു സമയത്താണ് ആദ്യമായിട്ട് ആ ഒരു സമയത്താണ് യുണൈറ്റഡ് നേഷനും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ് ഒക്കെ ജസ്റ്റ് ഫോം ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ചൈന അവരോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു നാടാണ്, നമ്മുടെ കയ്യിൽ ഒരുപാട് മണിയുണ്ട്, നമ്മുടെ കയ്യിൽ ഒരുപാട് ബിസിനസ് ഉണ്ട്, നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യാം. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു കാര്യം നിങ്ങൾ അനുസരിക്കണമെന്ന് പറഞ്ഞു. തായ്വാൻ എന്ന് പറയുന്ന ഈ ഒരു നാടിനെ നിങ്ങൾ ഒരിക്കലും ഒരു തനി നാടായിട്ട് റെക്കഗ്നൈസ് ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 2020-ലും 2020-ലും ഒരു നാട് പോലും തായ്വാൻ ഒരു തനി നാടായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യഥാർത്ഥമായിട്ടുള്ളൊരു സത്യം. വേറൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസും യുണൈറ്റഡ് നേഷൻസും തായ്വാൻ ഒരു നാടായിട്ട് റെക്കഗ്നൈസ് ചെയ്യില്ലെന്ന് ആ ഒരു സമയത്ത് ചൈനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തായ്വാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വരയ്ക്കും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ലെവലിൽ ആർക്ക് ഒരു വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡാറ്റ തായ്വാന് കിട്ടത്തില്ല. അതുപോലെ തന്നെ വേൾഡ് ലെവലിൽ ഒരു വാക്സിൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു വാക്സിൻ തായ്വാന് കിട്ടത്തില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 നാടുകൾ തമ്മിൽ ഒരു തർക്കം നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു യുണൈറ്റഡ് നേഷൻ അവരുടെ ഇടയിൽ ഈ ഒരു തർക്കം സോൾവ് ചെയ്യാനായിട്ട് വരില്ല. യുണൈറ്റഡ് നേഷൻ അവിടെ വന്നിട്ട് ഈ ഒരു തർക്കത്തിന് സോൾവ് ചെയ്ത് കൊടുക്കത്തില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു സമയം വരയ്ക്കും ഈ ഒരു തായ്വാനിൽ, അതായത് ഇങ്ങനെ ഓരോ സമയത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ചൈനയിൽ നിന്നുള്ള ആൾക്കാർ ഈ ഒരു കമ്മ്യൂണിക്കേഷൻസ് തായ്വാനോട്ട് പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചൈനയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ തായ്വാനിലും പോകുന്നുണ്ടായിരുന്നു, തായ്വാനിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ചൈനയിലും പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഉള്ളിൽ ഈ ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു. ഇത് എപ്പോഴാണ് ഈ ഒരു വൈറസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ ഡിസംബർ 30 വുഹാനിൽ നിന്നും ഒരാൾ ഫ്ലൈറ്റിൽ തായ്വാനിൽ പോയി ഇറങ്ങിയ സമയത്ത് ഈ ആൾക്ക് ഒരു വൈറസിൻ്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു. വൈറസിൻ്റെ ലക്ഷണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയത് ഈ ഒരു വൈറസിന് ബാധിച്ച് ഈ ഒരാളെ സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റഡി ചെയ്ത സമയത്ത് അവർക്ക് ആദ്യമായിട്ട് ഈ ഒരു
വൈറസ് ചൈന കഴിഞ്ഞിട്ട് പുറത്ത് റിപ്പോർട്ട് ചെയ്തത് തായ്വാനിലാണ് ആദ്യമായിട്ട് ഈ ഒരു വൈറസ് ചൈന കഴിഞ്ഞിട്ട് വെളിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ആളെ തായ്വാൻ സ്റ്റഡി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വുഹാനിൽ നിന്ന് വന്ന ആളെ ആദ്യമായിട്ട് തായ്വാൻ ഫുള്ളായിട്ട് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് മനസ്സിലായി ഇതൊരു പുതിയ വൈറസാണ്, ഈ ഒരു വൈറസ് എന്താണെന്ന് അറിയില്ല, ഈ ഒരു വൈറസിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് അവർക്ക് അറിയില്ലെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ December 31 ഈ ഒരു പുതിയ വൈറസാണെന്ന് അവർ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഉടനെ തന്നെ വുഹാനിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റിനെല്ലാം അവർ ബ്ലോക്ക് ചെയ്തിട്ട് ചൈനയിൽ നിന്ന് ആരും വരാത്ത രീതിയിൽ അവിടെ നിന്ന് വിസ എടുക്കുക, ഈ ഒരു ചൈനയിൽ നിന്ന് വരാനായിട്ടുള്ള വിസ എടുക്കുന്നതൊക്കെ അവർ കുറച്ചിട്ട് അവർ ഈ ഒരു ഇൻ്റർനാഷണൽ ലെവൽ അവർ ഒഫീഷ്യലായിട്ട്, അതായത് ഒരു കാര്യം മനസ്സിലാക്കണം, ഇവർ ഈ ഒരു വുഹാനിൽ നിന്ന് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന എല്ലാവരെയും കംപ്ലീറ്റ് ആയിട്ട് അവർ സ്ക്രീൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കി. അതായത് ആദ്യമായിട്ട് ഈ ഒരു ചൈനയിൽ നിന്ന് ഈ ഒരു വൈറസ് ഇങ്ങനെ പോകുന്നുണ്ടെന്നുള്ളൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ഒഫീഷ്യലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വുഹാനിൽ ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് ചൈനയിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ തായ്വാനിലുള്ള എല്ലാവരെയും കംപ്ലീറ്റ് ആയിട്ട് സ്ക്രീൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ തായ്വാൻ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചൈനയിൽ നിന്ന് ഇങ്ങനെ ഒരു വൈറസ് സ്പ്രെഡ് ആവുന്നുണ്ട്, ഇതൊരു മനുഷ്യരിൽ നിന്നും വേറൊരു മനുഷ്യരിലേക്ക് സ്പ്രെഡ് ആവുന്നുള്ളൊരു കാര്യം തായ്വാൻ ഇങ്ങനെ ഇത് എന്ത് ചെയ്യുന്നുണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ ഒഫീഷ്യലായിട്ട് പറയാൻ തുടങ്ങി. പക്ഷേ തായ്വാൻ പറയുന്ന ആരും കേൾക്കില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസും എല്ലാ നാടുകളും ഈ ഒരു യുണൈറ്റഡ് നേഷൻസും എല്ലാവരും തായ്വാൻ ഒരു തനി നാടായിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്തതുകൊണ്ട് തായ്വാൻ പറയുന്ന ആരും കേൾക്കില്ല. എങ്കിലും തായ്വാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മെയിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസിന് അയച്ചു, ഒരുപാട് കാൾ ചെയ്തു. തായ്വാനിലുള്ള ഹെഡ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസിനോട് പോയിട്ട് പറഞ്ഞു, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസിനോട് പറഞ്ഞു ചൈനയിൽ നിന്നൊരു വൈറസ് സ്പ്രെഡ് ആവുന്നുണ്ട്, ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് സ്പ്രെഡ് ആവും, എത്രയും പെട്ടെന്ന് ചൈനയിൽ നിന്നും വരുന്ന ആൾക്കാരെയൊക്കെ ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എല്ലാ നാടുകളിലേക്കും ഈ ഒരു കാര്യം അറിയിക്കണമെന്ന് പറഞ്ഞു, ഇൻ്റർനാഷണൽ ലെവൽ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ് ഈ ഒരു കാര്യത്തിന് ഫുള്ളായിട്ട് ഇൻഫാക്ട് മൊത്തമായിട്ട് അത് ഇഗ്നോർ ചെയ്തു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തായ്വാൻ പറയുന്ന ഒരു നാടും കേൾക്കില്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ് കേൾക്കില്ല. അതുകൊണ്ട് തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ് ഈ ഒരു കാര്യത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തിട്ട് പറഞ്ഞു അങ്ങനെയൊന്നുമല്ലല്ലോ ചൈന പറയുന്നത് ഈ ഒരു വൈറസ് വേറൊരു മനുഷ്യരിൽ നിന്ന് വേറൊരു മനുഷ്യരിലേക്ക് പകരില്ലെന്നാണല്ലോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാര്യത്തിന് ഇൻഫാക്ട് കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തു. പക്ഷേ എന്നാലും തായ്വാൻ ഇതൊന്നും നിർത്തിയിട്ടില്ല. എന്നിട്ടും തായ്വാൻ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. വീണ്ടും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസിനോട് പറഞ്ഞുകൊണ്ടിരുന്നു നമ്മുടെ കയ്യിൽ ഇതിനുള്ള ഒരു മരുന്നില്ല, നമുക്കിതിന് മരുന്നുണ്ടാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ് അല്ലെ നിങ്ങളുടെ കയ്യിലുള്ള റിസർച്ച് ഡാറ്റയൊക്കെ നമുക്കും തരും, നമ്മുടെ നാട്ടിലെ സയൻറ്റിസ്റ്റും ഇതിനുള്ള ഒരു മരുന്നുണ്ടാക്കിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ് ഇതൊന്നൊരു കേട്ട ഭാവം പോലും നടിച്ചിട്ടില്ലായിരുന്നു. അപ്പോഴാണ് തായ്വാൻ ഒരു കാര്യം മനസ്സിലായത്, നമ്മുടെ ജനങ്ങളെ നമ്മുടെ നാട്ടിൽ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാക്സിൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളാരും രക്ഷിക്കാൻ പറ്റില്ല, നമ്മളാരും സഹായിക്കാൻ പറ്റില്ല, നമ്മൾ തന്നെ സ്വയം ഇതിനുള്ളൊരു കാര്യം കണ്ടുപിടിച്ചേ പറ്റും, നമ്മൾ തന്നെ നമ്മുടെ നാടിനെ രക്ഷിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം തായ്വാൻ മനസ്സിലാക്കിയപ്പോഴത്തേ ആ ഒരു സമയത്ത് തായ്വാൻ സ്വന്തമായിട്ട് ഒരു PPE പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് ഒക്കെ മാനുഫാക്ചറിങ് ചെയ്യാൻ തുടങ്ങി, ആ ഒരു കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അവിടെയുള്ള ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് ഗ്ലൗസ് മാസ്ക് ഇതൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും തായ്വാൻ ഒരു കുഞ്ഞു നാടാണ്, ഈ ഒരു കുഞ്ഞു നാട് ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് ഒക്കെ എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെ അവർ ഈ ഒരു എല്ലാവരുടെ കണക്കും എടുത്തിട്ട് എല്ലാവർക്കും ഈ ഒരു മാസ്കും ഗ്ലൗസൊക്കെ എത്തിക്കണമെന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെ അവർക്ക് അത്രയും കുറച്ച് മാത്രമേ ഈ ഒരു ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഗ്ലൗസ് ആയാലും ഈ ഒരു മാസ്ക് ആയാലും എല്ലാം തന്നെ ഒരു കുഞ്ഞു നാടായതുകൊണ്ട് ആ ഒരു അത്രയും ഒരു അളവിൽ മാത്രമേ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഇൻ്റർനാഷണൽ ലെവലിൽ ഡെവലപ്ഡ് കൺട്രികൾ ഇന്ത്യ ആയാലും അതുപോലെ തന്നെ ഈ ഒരു ഓസ്ട്രേലിയ ആയാലും അതുപോലെ തന്നെ ചൈന അമേരിക്ക ആയാലും അതുപോലെ തന്നെ ഫ്രാൻസ് ആയാലും ഈ ഒരു നാട് ജർമ്മനി ആയാലും ഈ ഒരു നാടൊക്കെ വെളിനാട്ടിൽ നിന്നാണ് ഈ ഒരു മാനുഫാക്ചറിങ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് ഒക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇന്നൊരു ഇതിൻ്റെ ഒരു മാനുഫാക്ചറിങ് പ്ലാൻ ഇല്ല എന്നുള്ളൊരു കാര്യം, മാനുഫാക്ചറിങ് ആയിട്ടുള്ള ഒരു ബിസിനസ് അവർ ഇതൊരു ഹബ്ബ് ഇതുവരെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു കുഞ്ഞു നാട്, ഈ ഒരു ദ്വീപ്, ഈ ഒരു തായ്വാൻ എന്ന് പറയുന്ന നാട് ഇതിൻ്റെ ഒരു മാനുഫാക്ചറിങ് ബിസിനസ് അവർ സ്റ്റാർട്ട് ചെയ്ത് അവിടെയുള്ള നാട്ടിലുള്ള എല്ലാവർക്കും കിട്ടണമെന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ റേഷൻ കാർഡ് ഉണ്ടല്ലോ, റേഷൻ കാർഡ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നതൊക്കെ അവരുടെ നാട്ടിലൊരു ഐഡൻറ്റിഫിക്കേഷൻ കാർഡുണ്ട്. ഈ ഒരു ഐഡൻറ്റിഫിക്കേഷൻ കാർഡിൽ വെച്ചിട്ട് ആ ഒരു നാട്ടിലുള്ള ആൾക്കാർ എവിടേക്കാണ് പോയിട്ടുള്ളത്, ഒരു വീട്ടിൽ എത്ര പേരുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് പേഴ്സണലായിട്ട് അവരുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു. ഈ ഒരു അടുത്തുള്ള ഏരിയയിൽ ഈ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് കിട്ടും എന്ന് പറഞ്ഞ് ഇത് അവിടെ പോയി നിങ്ങൾ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഈ ഒരു സമയത്ത് മാത്രമേ പോകാമെന്ന് പറഞ്ഞൊരു സമയം അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ അവർ ക്രൗഡിനെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ എങ്ങും ലോക്ക്ഡൗൺ ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ ഈ ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫൈൻ ഈടാക്കുമെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് തായ്വാനിൽ ഒരു ബേസ്ബോൾ മാച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ബേസ്ബോൾ മാച്ച് തടയാത്ത രീതിയിൽ അവിടെ മാച്ച് കളിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു മാസ്ക് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സുകളൊക്കെ കൊടുത്തിട്ട് അവിടെ ജനങ്ങൾക്ക് പകരം ഈ ഒരു റോബോട്ട്സിനെയൊക്കെ ഇറക്കിയിട്ട് ആ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ടെക്നോളജി പരമായിട്ടൊക്കെ ഈ ഒരു രീതിയിൽ കൺട്രോൾ ചെയ്ത് ട്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ അത്രയും വളരെ വലിയ തോതിൽ അവർക്ക് ഈ ഒരു വൈറസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി തായ്വാൻ. അതാണ് ഒരു യഥാർത്ഥമായിട്ടുള്ളൊരു കാര്യം. അങ്ങനെ ഈ ഒരു വൈറസിനെ കൺട്രോൾ ചെയ്തത് കൂടാതെ തന്നെ ചൈന ഇതിനുള്ളൊരു വാക്സിൻ ഉണ്ടാക്കിയിട്ട് എല്ലാ നാട്ടിൽ നിന്നും പേറ്റന്റ് മേടിക്കണം, അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് വാക്സിൻ എല്ലാ നാട്ടിലും ക്യാഷ് കൊടുത്ത് മേടിക്കണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നാടുകളുമുണ്ട്. ഈ ഒരു സമയത്ത് യഥാർത്ഥത്തിൽ എല്ലാ നാടുകളും അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ഒരു വാക്സിൻ ആദ്യം ഉണ്ടാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും എല്ലാ നാടുകളും ഈ ഒരു ക്യാഷ് കൊടുത്തിട്ട് പേറ്റന്റ് നമ്മൾ മേടിക്കണം, ഈ ഒരു വാക്സിൻ്റെ പേറ്റന്റ് നമ്മൾ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് ക്യാഷ് കൊടുത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് വാക്സിൻ എല്ലാ നാടുകളും മേടിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന മിക്ക നാടുകളും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തായ്വാൻ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
തായ്വാനിലുള്ള ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഈ ഒരു വാക്സിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വാക്സിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള റിസർച്ച് ഡാറ്റകളൊക്കെ നമ്മൾ മറ്റു നാടുകളിലേക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള റിസർച്ച് ഡാറ്റാസ് നമ്മളിലേക്ക് ഷെയർ ചെയ്യും. നമുക്ക് ക്യാഷോ പേറ്റൻറ്റോ ഒന്നും തന്നെ വേണ്ട. നമ്മൾ എല്ലാ നാടുകളെയും ഇങ്ങനെ ഒരുമിച്ച് നിന്ന് രക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് തായ്വാൻ പറഞ്ഞത് കൂടാതെ തന്നെ തായ്വാൻ പ്രവർത്തിച്ചും കാണിച്ചിട്ടുണ്ടായിരുന്നു. തായ്വാനിലുള്ള എല്ലാവർക്കും ഈ ഒരു മാസ്കും ഗ്ലൗസും പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തതിന് ശേഷം ഇപ്പോൾ അവിടെ പുതുതായിട്ട് ന്യൂ കേസസുകൾ കുറച്ച് നാളായിട്ട് ഒരു കേസസ് പോലും അവിടെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അവിടുത്തെ ബീച്ചസ് ആണെങ്കിലും മാൾസ് ആണെങ്കിലും അവിടുത്തെ തിയേറ്റേഴ്സ് ആണെങ്കിലും ഒന്നും ഇത് ക്ലോസ് ചെയ്തിട്ടില്ല, എല്ലാം തുറന്ന് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഒരിടത്തും ഈ ഒരു ലോക്ക്ഡൗൺ ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. ഇപ്പോൾ കുറേ ദിവസമായിട്ട് അവരൊരു കേസ് പോലും വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള 1 മില്യൺ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് 1 ലക്ഷം പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സുകൾ നമ്മൾ മറ്റ് നാടുകളിലേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് തായ്വാൻ ഭരിക്കുന്ന ഒരു ലേഡിയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ ഈ ഒരു 1 മില്യൺ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് മറ്റ് നാടുകളിലേക്ക് കൊടുത്തതിന് ശേഷം ഇപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1 crore പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സുകൾ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രികൾ USA, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ് ഇതുപോലുള്ള നാടുകളിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇന്റർനാഷണൽ ലെവലിൽ തായ്വാനെ എല്ലാ നാടുകളും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ ലെവലിൽ തായ്വാനെ സപ്പോർട്ട് കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ ഒരു യുണൈറ്റഡ് നേഷൻസിൻ്റെ US റെപ്രസെൻറ്റ് ചെയ്യുന്നവർ അവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ് ആണെങ്കിലും യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് ആണെങ്കിലും ഇവരൊക്കെ ഇതണക്കത്തെ കുഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഇതണക്കത്തെ നാടുകളെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇതണക്കത്തെ നാടിനെയൊക്കെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വെറും വേസ്റ്റ് ആണെന്നുള്ള രീതിയിൽ ട്വീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ട്വീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ചൈനയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ചൈന വന്നിട്ട് പറഞ്ഞൊരു കാര്യം, യുണൈറ്റഡ് നേഷൻസിൽ US റെപ്രസെൻറ്റ് ചെയ്യുന്നവരടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഈ ഒരു തായ്വാനും തമ്മിലുള്ള ഇടയിൽ ചൈനയും തായ്വാനും തമ്മിലുള്ള ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ കൈ കടത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും വകവയ്ക്കാത്ത രീതിയിൽ ഈ ഒരു യുണൈറ്റഡ് നേഷൻസ് ഈ ഒരു US റെപ്രസെൻറ്റ് ചെയ്യുന്നവർ ഇങ്ങനെ ട്വീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. തായ്വാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു രീതിയിൽ ഇപ്പോൾ ഓരോ ദിവസവും തായ്വാനുള്ള സപ്പോർട്ട് കൂടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ നാടുകളും ഇന്റർനാഷണൽ ലെവലിൽ തായ്വാനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് തായ്വാൻ്റെ കഥ. ഈ ഒരു രീതിയിലാണ് തായ്വാൻ ഈ ഒരു വൈറസിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഞാൻ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കണുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂട്ടുകാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ലവ് യു ആൾ, ടേക്ക് കെയർ, ബൈ എവരിവൺ.